പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അഭ്യസിക്കുവാൻ ദൈവം നൽകിയ കർത്താവ് നമുക്ക് നൽകിയ വലിയ അവൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവും മനുഷ്യനും നമ്മൾ ആ റിലേഷൻ, നമ്മൾ പറഞ്ഞല്ലോ ആദ്യത്തെ ദിവസത്തോടെ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ആ റിലേഷൻ ഏറ്റവും ആത്യന്തികമായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് തന്നെ ക്രിസ്തുവിൽ എല്ലാം ഒന്നായി ചേരുന്ന ഒരു സ്റ്റേജാണ്. പക്ഷേ ആ ഒന്നായി ചേരുന്നത്, അതിൻ്റെ പൂർത്തീകരണം നടക്കുന്നത് ആത്യന്തികമായി സ്വർഗത്തിലാണെങ്കിലും ഇപ്പോൾ ആ സംസർഗം, അതുകൊണ്ടാണ് ക്രിസ്തുവിലെല്ലാം പിന്നെയും ഒന്നായി ചേർക്കുക എന്ന് പറയുമ്പോൾ, ഒരിക്കൽ ആദിയിൽ ഒന്നായിരുന്നു, എന്നാൽ ആ സംസർഗത്തിന് തടസ്സമുണ്ടായി വീണ്ടും അത് ഒന്നാക്കി ചേർക്കുക. ആ ഒന്നാക്കി ചേർക്കുന്നതിൽ ഇപ്പോൾ ഇവിടെ തന്നെ നഷ്ടങ്ങളുടെ ആ ലോകത്തിൽ നിന്ന്, അതിൽ നിന്നൊരു വ്യത്യസ്തമായ ഒരു സ്റ്റേജ്, അതായത് നമ്മൾ ദൈവ സംസർഗം നഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും ആ ദൈവ സംസർഗത്തിലേക്ക് മനുഷ്യനെ തിരികെ കൊണ്ടുവരിക. മനുഷ്യനും തമ്മിലുള്ള സംസർഗം നഷ്ടപ്പെട്ടെങ്കിൽ ആ മനുഷ്യനും തമ്മിലുള്ള സംസർഗത്തിലേക്ക് വീണ്ടും ഒരു വ്യക്തിയെ കൊണ്ടുവരിക. അങ്ങനെ ഈ ദൈവ സംസർഗത്തിലേക്കും മനുഷ്യ സംസർഗത്തിലേക്കും മനുഷ്യനെ തിരികെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച ഈ ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. അതിലൊന്നാമത് നടന്ന കാര്യമെന്ന് പറയുന്നത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയാണ്. അതിനോട് ചേർന്ന് തന്നെ നടക്കേണ്ട കാര്യമാണ് മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മളിന്ന് പഠിച്ചതായ ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഈ ബന്ധത്തിൻ്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ദൈവം നമ്മളെ മുൻനിയമിച്ചു, അവൻ നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ദത്തെടുത്തു. അവൻ അതിനുശേഷം ദത്തെടുത്ത അവൻ്റെ അവകാശത്തിന് വേണ്ടി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പഠിക്കുമ്പോൾ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവിനെ അയച്ചു തന്നെങ്കിൽ ആ വീണ്ടെടുപ്പ് നാളിനായി, അതായത് വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഓഫ് കോഴ്സ് ദർ ഇസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്, പക്ഷേ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് എവിടെയാണ് ചെന്നെത്തുന്നത്? ദാറ്റ് ഇസ് ഇൻ ഹെവൻ. അപ്പോൾ ആ വീണ്ടെടുപ്പ് നാളിനായി പരിശുദ്ധാത്മാവിനെ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അതായത് വീണ്ടെടുപ്പ് നടന്നത് തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ടാണ്. അവൻ്റെ രക്തത്താൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. എന്നാൽ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരായ വ്യക്തികളെ വീണ്ടെടുത്തേച്ച് ഇവിടെ പിന്നെ ഇട്ടേക്കാൻ വേണ്ടിയല്ല, ദത്തെടുത്ത്, അല്ലെങ്കിൽ നമ്മളെ ജയിലിൽ നിന്ന് വിടുവിച്ചിട്ട് വഴിയിലിറക്കി വിടുകയല്ല. ജയിലിൽ നിന്ന് ഇറക്കിയിട്ട് ദത്തെടുക്കുമ്പോൾ എന്താണ്? ഭവനത്തിലേക്ക് മക്കളായി കൊണ്ടുപോവുകയാണ്. ആ ഭവനത്തിൽ എത്തുന്ന അന്ന് തന്നെ നമ്മുടെ ഇൻഹെറിറ്റൻസ് എല്ലാം കൂടെ തരത്തില്ല. ഞാൻ അന്ന് പറഞ്ഞ ഉദാഹരണത്തിനകത്ത് 2 പിള്ളേരെ സ്ട്രീറ്റിൽ അടിച്ചു കളിച്ച് വഴക്കുണ്ടാക്കി മോഷ്ടിച്ച് നടന്ന പിള്ളേരെ ജയിലിൽ കിടന്നപ്പോൾ ആ ഒരു വ്യക്തിക്ക് കരുണ തോന്നി, അവരെ ദത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് താമസിക്കുന്നത് എവിടെയാണ്? ഭവനത്തിലാണ്. പക്ഷെ ഭവനത്തിൽ താമസിക്കുന്ന ആദ്യത്തെ ദിവസം തന്നെ എല്ലാ വസ്തുവെല്ലാം കൂടെ തീർത്തി കൊടുക്കുകയല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ അതെല്ലാം കൂടെ അവർക്ക് യഥേഷ്ടം കൈകാര്യം ചെയ്യാനായിട്ട് വിട്ടുകൊടുക്കുകയല്ല. അതിനൊരു സമയമുണ്ട്. അവരുടെ ആ കാലത്തിൻ്റെ തികവിങ്കൽ, അല്ലെങ്കിൽ കാലസമ്പൂർണത തുടങ്ങുന്നത് യേശു കർത്താവിൻ്റെ വരവോടുകൂടെയാണെങ്കിൽ, ഒന്നാമത്തെ വരവോടുകൂടെയാണെങ്കിൽ, കാലസമ്പൂർണതയുടെ പൂർത്തീകരണം നടക്കുന്നത് കർത്താവിൻ്റെ 2ാമത്തെ വരവിന് ശേഷമാണ്. ആ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിന് കൈപിടിച്ച് നടത്തേണ്ടതിന് വേണ്ടി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവില്ലായിരുന്നെങ്കിൽ നമ്മളെ വീണ്ടെടുത്തിട്ടും കാര്യമില്ല. കാര്യം വീണ്ടെടുത്ത് സ്വർഗ്ഗസ്ഥലങ്ങളിലേക്ക് ഇരുത്തിയാൽ ആ സ്വർഗത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ ജീവിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് ഇല്ല. എന്നാൽ നമ്മളെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയപ്പോൾ, അതായത് വീണ്ടെടുത്ത് നമ്മളെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മെ ഉയിർപ്പിച്ച് നമ്മളെ ക്രിസ്തുവിനോടുകൂടെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തിയപ്പോൾ ആ പുതിയ ലോകത്തിലെ ജീവിതത്തിന് നമ്മളെ പ്രാപ്തരാക്കേണ്ടതിനെ ഒരുക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടപ്പോൾ നമ്മളൊരു അവകാശം നമുക്ക് വേണ്ടിയുണ്ട്. അതിൻ്റെ അച്ചാരം എന്ന നിലയിലാണ്. അതായത് നമുക്ക് ലഭിക്കാൻ പോകുന്ന ഇൻഹെറിറ്റൻസിൻ്റെ ഒരു അഡ്വാൻസ് ആയിട്ടാണ് നമുക്ക് ഹോളി സ്പിരിറ്റിനെ തന്നത്. അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോകത്തിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ആ തേജസ്സിൻ്റെ മഹിമ, പൗലോസ് ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ. നമുക്കിപ്പോൾ അത്രയും വിചാരിക്കാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ആ വരാൻ പോകുന്ന ആ തേജസ്സിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു
പിക്ചറൊന്നും നമുക്ക് നമ്മുടെ മാനുഷിക നിലയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ അത് കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നിട്ട് ആ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന വരാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ഒരു തുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, അലുവായുടെ ഒരു കഷണം മുറിച്ചു കൊടുക്കുന്നത് പോലെ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുള്ളൂ. ഇപ്പം തന്നെ നമുക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വരാൻ പോകുന്ന ലോകത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ആ നിത്യതയുടെ തേജസ്, നിത്യ തേജസ്സിൻ്റെ അത്യന്തമായ ആ വലിപ്പം നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു വിശാലമായ ഇൻഹെറിറ്റൻസിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ യാത്രയിൽ നമ്മൾ ഒറ്റയല്ല. ആ യാത്രയിൽ നമ്മുടെ കൂടെ നടക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ കൂടെ നടത്തുക മാത്രമല്ല, അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യാണ്. നിങ്ങളോട് കൂടെ നടക്കുന്നുണ്ട്, പക്ഷെ നടക്കുക മാത്രമല്ല, നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് തന്നെയല്ല, കർത്താവ് പറഞ്ഞു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും. അപ്പം എന്താണ്? പിതാവും പുത്രനും നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് അവനിൽ വാസം ചെയ്യുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പരിശുദ്ധാത്മാവ് വന്നിട്ടുണ്ട്. പിന്നെ ആരൂടെ വരുന്നുണ്ട്? പിതാവും പുത്രനും കൂടെ വരുന്നുണ്ട്. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ ത്രിയേക ദൈവം നമ്മിൽ വസിക്കുന്ന ഒരു സ്റ്റേജാണ് ഇന്ന് നമ്മൾക്കുള്ളത്. അത് വരാൻ പോകുന്ന കാര്യമല്ല. ഇന്ന് തന്നെ ദൈവിക തൃത്വം നമ്മളിൽ വസിക്കുന്നുണ്ട്. അതിന് നിവാസമാകേണ്ടതിന്, അതാണ് ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച ഒരു കാര്യം, എങ്ങനെ ദൈവം മനുഷ്യനും ദൈവവും തമ്മിൽ നഷ്ടപ്പെട്ട ബന്ധത്തെ പുനഃസ്ഥാപിച്ചു, അതിനുവേണ്ടി ദൈവം എന്തൊക്കെ ചെയ്തു, നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശാലമായിട്ട് പഠിക്കുകയുണ്ടായി. എന്നാൽ എഫേസ്യ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്നത്, അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ അതിക്രമങ്ങളിലും പാവങ്ങളിലും മരിച്ചിരുന്നതിനായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മൾ പറഞ്ഞതുപോലെ ദൈവം നമ്മളെ ക്രിസ്തുവിനോടുകൂടെ 7-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കുന്നു. നമ്മളവന് കാര്യങ്ങൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ കർത്താവിനോട് കൂടെ ഉള്ളവരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. എന്നാൽ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയിൽ ജാതികളായിരുന്നു, ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനക്കാർ എന്ന് പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോടെ ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിൻ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നു എന്ന് ഓർത്തുകൊള്ളുവിൻ. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ അവൻ വന്ന ദൂരസ്ഥരായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കിലേക്ക് പ്രവേശനമുണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവന് നിങ്ങളെയും ദൈവത്തിന് നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇവിടെ ഈ പാസേജ് ഞാനങ്ങ് വായിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പാസേജിൽ പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂശിൽ ദൈവം അല്ലെങ്കിൽ യേശു കർത്താവ് മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ യോജിപ്പിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ മനുഷ്യനെയും ദൈവത്തെയും യോജിപ്പിച്ചതുപോലെ മനുഷ്യനെയും തമ്മിലും യോജിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇരുപക്ഷക്കാർ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ്. ഇരുപക്ഷത്തെയും ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യനാക്കി അവൻ യോജിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് കാൽവറി ക്രൂശിൽ യേശു ചെയ്തതെന്നുള്ളത് നമ്മൾ കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കാര്യം 20 മുതൽ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെക്കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് നിരപ്പിച്ചു.
അതായത് മനുഷ്യൻ പാപികളായിരുന്ന സമയത്ത് പാപിയായ മനുഷ്യന് ദൈവവുമായിട്ട് ബന്ധിക്കാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിൽ യോജിക്കണമെങ്കിൽ, ഞാൻ നേരത്തെ ഇന്ന് രാവിലെ നമ്മൾ പഠിച്ചതുപോലെ 2 പേർ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുന്നത് എങ്ങനെ? അപ്പോൾ വിശുദ്ധനായ ദൈവവും അശുദ്ധനായ മനുഷ്യനും കൂടെ ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിശുദ്ധനായ മനുഷ്യന്റെ കയ്യിലേക്ക് നമ്മുടെ കൈകളെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് യേശു കർത്താവ് എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ മരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ നീക്കി നമ്മളെ നീതീകരിച്ചു. നീതീകരിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നീതീകരിക്കപ്പെട്ട പാപിയുടെ കൈകളാണ്, നമ്മൾ പാപികളായിരുന്നു, പക്ഷെ നീതീകരിക്കപ്പെട്ടതിന് ശേഷമാണ് നമ്മുടെ കൈ പിടിച്ച് ആരുടെ കയ്യിലോട്ട് ദൈവം യേശു കർത്താവ് കൊടുക്കുന്നത്? പിതാവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നത്. നീതീകരിക്കപ്പെട്ടില്ലെങ്കിൽ പറ്റുകയില്ല. അതുകൊണ്ട് ഈ സമ്പർക്കം സാധ്യമാകണമെങ്കിൽ ആദ്യം ആവശ്യമായിരുന്നത് മനുഷ്യനെ നീതീകരിക്കുക എന്നുള്ളതാണ്. അതാണ് വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പിലൂടെ അവൻ എന്ത് ചെയ്തു? നമ്മളെ പിതാവുമായിട്ട് ഒന്നിപ്പിച്ചു. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ നിരപ്പിച്ചു എന്നുള്ള വാക്കാണ് റിക്കൺസൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിണങ്ങിയിടുന്ന 2 ആളുകളെ യോജിപ്പിക്കുവാൻ, ഒരുമിച്ച് ചേർക്കുവാൻ പരിശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് ക്രൂശിൽ നടക്കുന്നത്. ദൈവവും മനുഷ്യനും തമ്മിൽ 2 തട്ടിലായിരുന്നു. അവർ നമ്മൾ യോജിക്കുക അസാധ്യമായിരുന്നു. അവരെ വിഘടിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ പാപമാണ്. ആ പാപം വിഘടിപ്പിച്ചത് കൊണ്ട് ആ പാപത്തെ നീക്കിയാൽ മാത്രമേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സംസർഗം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ, യോജിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് യേശു കർത്താവ് ഭൂമിയിൽ വന്നത് ആദ്യം തന്നെ പാപത്തെ നീക്കാൻ വേണ്ടിയാണ്. പാപത്തെ നീക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴെന്ത് ചെയ്യാൻ പറ്റും? ദൈവവുമായിട്ട് യോജിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ മനുഷ്യനും ദൈവവും തമ്മിൽ, അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും തമ്മിൽ നഷ്ടപ്പെട്ടതായ സംസർഗത്തെ പുനഃസ്ഥാപിക്കുവാൻ വീണ്ടെടുപ്പ് അനിവാര്യമായിരുന്നു. വീണ്ടെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ അവൻ നീതീകരിക്കുകയാണ്. അതായത് പാപിയും വിശുദ്ധനും തമ്മിൽ, വിശുദ്ധനായ ദൈവവും പാപിയായ മനുഷ്യനും തമ്മിൽ യോജിക്കാൻ കഴിയില്ല. എന്നാൽ നീതിമാനായ ദൈവവും നീതീകരിക്കപ്പെട്ട മനുഷ്യൻ നീതിമാനല്ല, നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണ്, അല്ലാതെ നീതിമാന്മാരല്ല. നമ്മൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മളൊക്കെ എങ്ങനെയുള്ളവരാണ്? നമ്മൾ നീതിമാന്മാരല്ല ശരിക്കും. നമ്മൾ എങ്ങനെയുള്ളവരാണ്? നീതീകരിക്കപ്പെട്ടവരാണ്. അതായത് ഒറിജിനലി നമ്മൾ ആരല്ല? നീതിമാന്മാരല്ല. പക്ഷെ കാൽവറി ക്രൂശിൽ മരിച്ചുകൊണ്ട് യേശു എന്ത് ചെയ്തു? നമ്മളെ നീതീകരിച്ചു. അതുകൊണ്ടാണ് പാപിയായ മനുഷ്യനെയും, അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ട മനുഷ്യനെയും നീതിമാനായ ദൈവത്തെയും യേശു എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ ഒരുമിപ്പിച്ചു. ഒരു കൈ പിടിച്ച് നീതീകരിക്കപ്പെട്ട പാപിയായിരുന്ന നീതീകരിക്കപ്പെട്ട മനുഷ്യന്റെ കൈ പിടിച്ച് നീതിമാനായ ദൈവത്തിന്റെ കരങ്ങളിൽ അവൻ ഏൽപ്പിച്ചു കൊടുത്തു. അതേപോലെ ആ സംഭവിച്ചതുപോലെ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിച്ച കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫേസ്യ ലേഖനത്തിൽ നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെ നമ്മൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജാതീയരായ ആളുകളെയും യഹൂദനെയും, അല്ലെങ്കിൽ 2 ജനതകളെ അവൻ യോജിപ്പിക്കുകയാണ്. മനുഷ്യനെയും തമ്മിൽ യോജിപ്പിക്കുന്ന കാര്യമാണ്. മറ്റേ ദൈവത്തെയും മനുഷ്യനെയും തമ്മിലാണ് യോജിപ്പിച്ചത്. പക്ഷെ ഇപ്പോൾ ഇവിടെ കാണുന്നതെന്ന് അറിയാമോ? മനുഷ്യനെയും തമ്മിൽ യോജിപ്പിക്കുകയാണ്. 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെ അവിടെ എഴുതിയിരിക്കുക, 15-ാമത്തെ വാക്യത്തിൽ, ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അതായത് നിരപ്പിച്ചപ്പോൾ, അതായത് കാൽവറി ക്രൂശിൽ യേശു കർത്താവ് മനുഷ്യനെ നിരപ്പിച്ചപ്പോൾ അവൻ യഹൂദന്മാരെ മാത്രമല്ല നിരപ്പിച്ചത്. അവൻ ആരെയൊക്കെ നിരപ്പിച്ചു? വിജാതീയരെയും. അതായത് ലോകത്തിലെ സകല ജനതകളെയും. വിജാതീയരെന്ന് പറയുമ്പോൾ ആരും ആയിക്കോട്ടെ, ലോകത്തിൽ, അല്ലാതെ ഗ്രീക്കുകാരെന്ന് മാത്രം, യവനന്മാരെന്ന് മാത്രം അർത്ഥം ഉണ്ടാകുന്നില്ല. അവിടെ ലോകത്തിലെ ഏത് ജനതയും എല്ലാവരെയും നേരത്തെ ഉണ്ടായിരുന്ന ശത്രുത്വം ഇല്ലാതെയാക്കി. നേരത്തെ യഹൂദനും വിജാതീയനും തമ്മിൽ കണ്ടാൽ അവർ തമ്മിൽ കൈ കൊടുക്കത്തില്ല, അവർ തൊടത്തില്ല, എ കൈൻഡ് ഓഫ് ശത്രുത്വം. പക്ഷേ ക്രൂശിൽ എന്തില്ല? ഇപ്പോൾ ശത്രുത്വമില്ല. ക്രൂശിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതാക്കി, മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വവും ഇല്ലാതെയാക്കി. കാരണം വരാൻ പോകുന്ന ദൈവത്തിൻ്റെ മനസ്സിലെ സ്വപ്നം എന്താണ്? എല്ലാവരും എല്ലാം, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതെല്ലാം ക്രിസ്തുവിൽ ഒന്നായിത്തീരുക. അതിനുവേണ്ടി ആ ശത്രുത്വം ഇപ്പോൾ തന്നെ ഇല്ലാതെയാക്കേണ്ടത് ആവശ്യമായിരുന്നു.
പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. തിരുകൃപയല്ലോ ശരണമതെന്നിൽ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതെന്നിൽ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരാൻ. മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ.